നമസ്കാരം, ഞാൻ ഉമേഷ് വിരാമൻ. ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി. സൗദി അറേബ്യയിൽ മാസപ്പിറവി കണ്ടു. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ബലിപ്പെരുന്നാൾ ഈ മാസം 16-ന്, ഒമാനിൽ ബലിപ്പെരുന്നാൾ ഈ മാസം 17-നും ആഘോഷിക്കും. ഈ മാസം 15-ന് ഹജ്ജിന്റെ പ്രധാന കർമ്മമായ അറഫ സംഗമം നടക്കും. സൗദിയിൽ ഇന്ന് ദുൽഹജ്ജ് മാസപ്പിറവി കണ്ടതിനാൽ നാളെ ദുൽഹജ്ജ് 1 സൗദി സുപ്രീം കോടതി അറിയിച്ചു. ഇതുപ്രകാരം ജൂൺ 14 വെള്ളിയാഴ്ച ഹജ്ജ് കർമ്മങ്ങൾ ആരംഭിക്കും. ജൂൺ 15 ശനിയാഴ്ചയായിരിക്കും ഹജ്ജിന്റെ പ്രധാന കർമ്മമായ അറഫ സംഗമം. ജൂൺ 16 ഞായറാഴ്ച ബലിപെരുന്നാൾ. തുടർന്നുള്ള 3 ദിവസം കൂടി ഹജ്ജ് കർമ്മങ്ങൾ ഉണ്ടാകും. ജൂൺ 19 ബുധനാഴ്ച ഹജ്ജ് കർമ്മങ്ങൾ അവസാനിക്കും. സൗദിക്ക് പുറമെ ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളും അറബ് ഇസ്ലാമിക രാജ്യങ്ങളും ജൂൺ 16 തന്നെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ഒമാനിൽ ഇന്ന് മാസപ്പിറവി കാണാത്ത സാഹചര്യത്തിൽ ജൂൺ 17 ബലിപെരുന്നാൾ ആഘോഷിക്കുക. സൗദി സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് രാജ്യത്തിന്റെ പല ഭാഗത്തും മാസപ്പിറവി നിരീക്ഷിക്കാൻ സൗകര്യം ചെയ്തിരുന്നു. അതേസമയം ഇന്ത്യയിൽ നിന്നും ഇതുവരെ 1.25 ലക്ഷത്തിലേറെ തീർത്ഥാടകർ ഹജ്ജിനെത്തി. ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള 1,15,000-ഓളം തീർത്ഥാടകർ ഇപ്പോൾ മക്കയിലാണ്. സ്വകാര്യ ഗ്രൂപ്പുകളിലെ ഭൂരിഭാഗം തീർത്ഥാടകരും മദീനയിലാണ്. ഇവർ ഹജ്ജിനുള്ള ഇഹ്റാം ചെയ്ത് അടുത്ത ആഴ്ച മക്കയിൽ തിരിച്ചെത്തും. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ദുബായിൽ സർക്കാർ ജീവനക്കാർക്ക് ജൂൺ മാസത്തെ ശമ്പളം നേരത്തെ നൽകാൻ നിർദ്ദേശം. ഇതിനു വേണ്ട ഒരുക്കങ്ങൾ നടത്താൻ കുടുംബങ്ങളെ സഹായിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടി. ബലിപെരുന്നാളിനായി വലിയ ഒരുക്കങ്ങളാണ് രാജ്യത്ത് പുരോഗമിക്കുന്നത്. ദുബായിലെ സർക്കാർ ജീവനക്കാരുടെ ജൂൺ മാസത്തെ ശമ്പളം നേരത്തെ നൽകണമെന്നാണ് ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാനുമായ ഹിസൈനസ് ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഉത്തരവിട്ടിരിക്കുന്നത്. നിർദ്ദേശപ്രകാരം ജീവനക്കാർക്ക് ജൂൺ 13-ന് ശമ്പളം ലഭിക്കും. ജീവനക്കാർക്ക് ഈദിന് വേണ്ട ഒരുക്കങ്ങൾ നടത്താൻ കുടുംബങ്ങളെ സഹായിക്കുന്നതിനാണ് നടപടി. നേരത്തെ റമദാൻ മാസത്തിലും സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നേരത്തെ നൽകാൻ സർക്കാർ ഉത്തരവിട്ടിരുന്നു. അതേസമയം ബലിപെരുന്നാളിനായി വലിയ ഒരുക്കങ്ങളാണ് രാജ്യത്ത് പുരോഗമിക്കുന്നത്. അബുദാബിയിൽ മൃഗങ്ങളെ അറുക്കാൻ നിയുക്ത അറവുശാലകൾ ഉപയോഗിക്കണമെന്ന് അബുദാബി സിറ്റി മുനിസിപ്പാലിറ്റി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ നടത്താൻ ബന്ധപ്പെട്ട വിഭാഗത്തോട് മുനിസിപ്പാലിറ്റി നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഉത്സവ സീസണിലെ തിരക്ക് പരിഗണിച്ച് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 5:30 വരെ അറവുശാലകൾ തുറന്ന് പ്രവർത്തിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. അരുൺ പാറട്ട്, 24 ദുബായ്. മക്കയിൽ ഇന്ത്യൻ ഹാജിമാർ താമസിക്കുന്ന കെട്ടിടത്തിലെ ലിഫ്റ്റ് അപകടത്തിൽപ്പെട്ട 2 ഇന്ത്യൻ തീർത്ഥാടകർ മരിച്ചു. ബീഹാറിൽ നിന്നുള്ള മുഹമ്മദ് സിദ്ദീഖ്, അബ്ദുൽ ലത്തീഫ് എന്നിവരാണ് മരിച്ചത്. അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ലിഫ്റ്റിന് പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നില്ല. ഇതറിയാതെ ലിഫ്റ്റിൽ പ്രവേശിച്ചതാണ് അപകടത്തിന് കാരണമായത്. കുവൈറ്റിൽ പ്രവാസി മലയാളി മരിച്ചു. മലപ്പുറം വെളിമുക്ക് സ്വദേശി നെച്ചിക്കാട് രവീന്ദ്രനാണ് മരിച്ചത്. 56 വയസ്സായിരുന്നു. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതായി സുഹൃത്തുക്കൾ അറിയിച്ചു. മക്കയിൽ ഇന്ത്യൻ തീർത്ഥാടകർ താമസിക്കുന്ന കെട്ടിടങ്ങൾ വേഗത്തിൽ കണ്ടെത്താനുള്ള മൊബൈൽ ആപ്പ് ഗൂഗിൾ മാപ്പ് സൗകര്യങ്ങൾ ഒരുക്കി മക്ക KMCC. ഇതോടെ കെട്ടിടങ്ങൾ കണ്ടെത്താൻ ഇതുവരെ നേരിട്ടിരുന്ന ബുദ്ധിമുട്ടിന് ഒരു പരിധിവരെ പരിഹാരമായി. 600-ലേറെ കെട്ടിടങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി വഴി മക്കയിലെത്തിയ 1,40,000-ഓളം തീർത്ഥാടകർ താമസിക്കുന്നത് അജിജയിലുള്ള ഈ കെട്ടിടങ്ങളിലാണ്. എന്നാൽ തീർത്ഥാടകരെ തേടി അജിജയിലെത്തുന്നവർ കെട്ടിടം കണ്ടെത്താൻ ഏറെ പ്രയാസപ്പെടും. പ്രത്യേകിച്ച് അജിജിയ വേണ്ടത്ര പരിചയമില്ലാത്തവർ. ഇതിന് പരിഹാരവുമായാണ് ഇപ്പോൾ മക്ക KMCC എത്തിയിരിക്കുന്നത്. ഇന്ത്യൻ തീർത്ഥാടകർ താമസിക്കുന്ന അജിജയിലെ 620-ഓളം കെട്ടിടങ്ങളുടെ ലൊക്കേഷൻ കണ്ടെത്താനുള്ള മൊബൈൽ ആപ്പും ഗൂഗിൾ മാപ്പ് സെർച്ച് ഫെസിലിറ്റിയും KMCC പുറത്തിറക്കി. മൊബൈൽ ആപ്പിന്റെ ഔദ്യോഗികമായ ലോഞ്ചിംഗ് KMCC നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് കുഞ്ഞുമോൻ കാക്കിയ മക്കയിൽ നിർവഹിച്ചു. പ്ലേ സ്റ്റോറിൽ മക്ക KMCC എന്ന് ടൈപ്പ് ചെയ്താൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. കൂടാതെ ഗൂഗിൾ മാപ്പിൽ KMCC സ്പേസ് കെട്ടിട നമ്പർ ടൈപ്പ് ചെയ്താലും കൃത്യമായി കെട്ടിടത്തിലെത്തുമെന്ന് ഈ സംവിധാനം ഡെവലപ്പ് ചെയ്ത ഷൈജിൽ മടവൂർ പറഞ്ഞു. ഗൂഗിളിൽ കയറിയിട്ട് മാപ്പിൽ കയറി KMCC സ്പേസ് ഏത് ബിൽഡിംഗ് നമ്പറാണ് അടിക്കേണ്ടതെന്ന് വെച്ചാൽ ആ ബിൽഡിംഗ് നമ്പർ അടിച്ചു കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് കൊടുത്താൽ ആ ട്രാക്കിങ് ഏത് ബിൽഡിങ്ങിന്റെ മുമ്പിൽ ആ വണ്ടി പോയി നിർത്തുന്ന രീതിയിൽ ഞങ്ങൾ KMCCന്റെ സഹായത്തോടെ ഞങ്ങളത് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആളുകൾ പുറമേ നിന്ന് വരുന്ന ആളുകൾക്ക് ഒരുപാട് സഹായം വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളത് ചെയ്തത്. വർഷങ്ങളായിട്ട് ഹജ്ജിനെത്തുന്ന ഹാജിമാരും അതുപോലെ സന്നദ്ധ പ്രവർത്തകരും വളണ്ടിയേഴ്സും അവരെ കാണാനെത്തുന്നവരും ഖാദിമുൽ ഹുജ്ജാജും ഒക്കെ അനുഭവിക്കുന്ന ഒരു പ്രയാസമായിരുന്നു ഈ ബിൽഡിംഗ് ലൊക്കേഷൻ കണ്ടെത്തുക എന്നുള്ളത്. അതിനൊരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു മക്ക KMCC ആലോചിച്ചിരുന്നത്. അൽഹംദുലില്ലാഹ് ഈ വർഷം അതിനൊരു പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ്. വഴിതെറ്റുന്ന തീർത്ഥാടകർക്കും താമസിക്കുന്ന കെട്ടിടങ്ങൾ കണ്ടെത്താൻ ഈ ആപ്പും ഗൂഗിൾ മാപ്പ് സൗകര്യവും ഏറെ പ്രയോജനപ്പെടുന്നുണ്ട്. ഇന്ത്യൻ ഹജ്ജ് മിഷന്റെ ബ്രാഞ്ച് ഓഫീസുകളുടെ ലൊക്കേഷനുകളും ഇതുവഴി കണ്ടെത്താം. മക്കയിലെ അസീസയിൽ ഇന്ത്യൻ തീർത്ഥാടകർ താമസിക്കുന്ന ഏത് കെട്ടിടവും അനായാസം കണ്ടെത്താനുള്ള സംവിധാനമാണ്
മക്ക KMCC ഇത്തവണ ചെയ്തിരിക്കുന്നത്. താമസിയാതെ തന്നെ മീനായിലും മദീനയിലുമുള്ള താമസ കേന്ദ്രങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുത്താൻ പദ്ധതിയുണ്ട്. മക്കയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. വേൾഡ് മലയാളി കൗൺസിൽ അൽക്കോബാർ പ്രൊവിൻസ് കമ്മിറ്റി ഗസൽ വിരുന്ന് സംഘടിപ്പിക്കുന്നു. ദമാമിൽ വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്കാണ് പരിപാടി. പ്രവാസ ലോകത്തെ പകൽ സമയങ്ങളിലെ ചൂടിന് അല്പമൊന്ന് ശമനമായി നല്ല നിലാവുള്ള രാത്രിയിൽ മഴത്തുള്ളികളായി പെയ്തിറങ്ങുന്ന പ്രണയവും വിരഹവും ഒത്തിണങ്ങുന്ന ഗസൽ. ആരുമൊന്ന് ആശിച്ചു പോകും ഈ രാവ്. ഇതാണ് വേൾഡ് മലയാളി കൗൺസിൽ അൽക്കോബാർ പ്രൊവിൻസ് കമ്മിറ്റി സൗദി കിഴക്കൻ പ്രവിശ്യയിലെ കലാസ്വാദകർക്കായി സമ്മാനിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് ദഹ്റാൻ ഹൈവേയിലുള്ള ഹോളിഡേ ഇൻ ഹോട്ടലിൽ മമാക്കിനാക്കൾ കോർത്തു എന്ന പേരിൽ ഒരുക്കുന്ന ഗസൽ രാവിൽ മലയാളത്തിലെ പ്രമുഖ ഗസൽ ജോഡികളായ റാസയും ബീഗവുമായിരിക്കും പാടിയും പറഞ്ഞും ഗസൽ മഴ തീർക്കോ എന്ന് സംഘാടകർ പറഞ്ഞു. സൗദി ഗവൺമെന്റിന്റെ അനുമതിയോടെ ഒരുക്കുന്ന ഈ വിരുന്നിൽ റാസ ബീഗം ബാൻഡിന്റെ മുഴുവൻ കലാകാരന്മാരും പങ്കെടുക്കുമെന്നത് ഗസൽ സന്ധ്യയ്ക്ക് കൂടുതൽ മിഴിവേകും. പ്രശസ്ത പിന്നണി ഗായകൻ ഷഹബാസ് അമനെ ദമാമിന്റെ സംഗീതാസ്വാദകർക്ക് പരിചയപ്പെടുത്തിയ ആത്മവിശ്വാസത്തിന്റെ പിൻബലത്തിലാണ് WMC ഇത്തവണയും മറ്റൊരു ഗസലുമായി എത്തുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഗസൽ രാവിൽ പങ്കെടുക്കാനായി വേൾഡ് മലയാളി കൗൺസിൽ അൽക്കോബാർ പ്രൊവിൻസ് കമ്മിറ്റി ഭാരവാഹികളെ ബന്ധപ്പെടാവുന്നതാണെന്ന് പ്രസിഡന്റ് ഷമീർ കട്ടാക്കട, ജനറൽ സെക്രട്ടറി ദിനേശ്, ട്രഷറർ അജീം ജലാലുദ്ദീൻ, ചെയർമാൻ അഷ്റഫ് ആലുവ, മുഖ്യ രക്ഷാധികാരി മൂസക്കോയ, വനിതാ വിഭാഗം പ്രസിഡന്റ് ഷംല നജീബ്, വനിതാ വിഭാഗം സെക്രട്ടറി അനു ദിലീപ്, കൺവീനർ നിഷാദ് കുറ്റിയാടി എന്നിവർ പറഞ്ഞു. സുബൈറുദ്ദീൻ, 24 ദമാം. കേരളത്തിൽ UDFും ദേശീയതലത്തിൽ ഇന്ത്യ സഖ്യവും കാഴ്ചവെച്ച മികച്ച പ്രകടനം ആഘോഷമാക്കി OICC ദമാം റീജിയണൽ കമ്മിറ്റി. മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തും മുദ്രാവാക്യം വിളിച്ചുമാണ് പ്രവർത്തകർ ആഘോഷിച്ചത്. കേരളത്തിൽ UDFും ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണിയും നേടിയ ഉജ്ജ്വല മുന്നേറ്റം ആഘോഷിക്കുന്നതിനായാണ് OICC ദമാം റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിജയാഘോഷ രാവ് സംഘടിപ്പിച്ചത്. മുഹബത്ത് ഇന്ത്യ എന്ന പേരിൽ നടന്ന ആഘോഷ പരിപാടിയിൽ വനിതകൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കാളികളായി. കണ്ണുനട്ട് കാത്തിരുന്ന തങ്ങളുടെ പ്രിയപ്പെട്ടവർ നേടിയ മിന്നും വിജയം പ്രവാസ ലോകത്താണെങ്കിലും എല്ലാം മറന്നിവർ ആഘോഷിച്ചു. ഇത് രാഹുൽ ഗാന്ധിയുടെ വിജയമാണെന്ന് ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത OICC നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് ബിജു കല്ലുമല പറഞ്ഞു. ദമാം റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് EK സലീം അധ്യക്ഷം വഹിച്ച പരിപാടിയിൽ KPCC മുൻ നിർവാഹക സമിതി അംഗം അഹമ്മദ് പുളിക്കൽ, OICC ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് C അബ്ദുൽ ഹമീദ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. പായസവും മധുരവും വിതരണം ചെയ്ത് കോൺഗ്രസിന്റെ തിരിച്ചുവരവ് ഗംഭീരമായി തന്നെ ആഘോഷിച്ചു. ഹനീഫ് റാവുത്തർ, സിറാജ് പുറക്കാണ്ട്, റഫീഖ് കൂട്ടലങ്ങാടി, ചന്ദ്രമോഹൻ, വിൽസൺ തടത്തിൽ, ഷംസ് കൊല്ലം, അബ്ദുൽ കരീം, സിന്ധു ബിനു, ഷിജില ഹമീദ്, CT ശശി, പാർവതി സന്തോഷ്, സക്കീർ പറമ്പിൽ, ആസിഫ് താനൂർ, രാധിക ശ്യാംപ്രകാശ്, ബിനു P ബേബി, നിഷാദ് കുഞ്ചു, യഹിയ കോയ എന്നിവർ ആശംസകൾ നേർന്നു. ഷിഹാബ് കായംകുളം സ്വാഗതവും പ്രമോദ് പൂപ്പാല നന്ദിയും പറഞ്ഞു. സുബൈറുദ്ദീൻ, 24 ദമാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെയും ഇന്ത്യ സഖ്യത്തിന്റെയും മികച്ച പ്രകടനം ആഘോഷമാക്കി OICC ജിസാൻ സെൻട്രൽ കമ്മിറ്റി. സെൻട്രൽ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ OICC ജിസാൻ പ്രസിഡന്റ് നാസർ ചേലമ്പ്ര അധ്യക്ഷത വഹിച്ചു. KMCC സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ഷംസു പൂക്കൂട്ടൂർ ഉദ്ഘാടനം ചെയ്തു. ജിലു ബേബി സ്വാഗതവും ഷൈജു ആലങ്ങോട്ട് നന്ദിയും പറഞ്ഞു. കുവൈറ്റ് KMCCയിൽ അച്ചടക്ക നടപടിക്ക് വിധേയമായി സസ്പെൻഡ് ചെയ്യപ്പെട്ട ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്ക് പകരം പുതിയ ഭാരവാഹികളെ ഉൾപ്പെടുത്തി സെൻട്രൽ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു. മുസ്തഫ കാരി മലപ്പുറമാണ് പുതിയ ജനറൽ സെക്രട്ടറി. വൈസ് പ്രസിഡന്റായി റൌഫ് മഷ്കൂർ തങ്ങളെയും സലാം പട്ടാമ്പിയെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. TT സലീമിനെ ഉപദേശക സമിതി ചെയർമാനായും ബഷീർ ബാത്തയെ വൈസ് ചെയർമാനായും തെരഞ്ഞെടുത്തു. ഉപദേശക സമിതി അംഗങ്ങളായി സിദ്ദീഖ് വലിയകത്ത്, KTP അബ്ദുറഹ്മാൻ, ഇബ്രാഹിം കൊടക്കാട്ട്, KKP ഉമ്മർകുട്ടി, ഇസ്മയിൽ ബേവിഞ്ച എന്നിവരെയും നിയോഗിച്ചു. നിലവിലുള്ള മറ്റു ഭാരവാഹികൾ തൽസ്ഥാനങ്ങളിൽ തുടരുമെന്നും KMCC നേതാക്കൾ അറിയിച്ചു.
KMCC സൗദി നാഷണൽ കമ്മിറ്റി നടത്തിവരുന്ന ദേശീയ ഫുട്ബോൾ ടൂർണമെന്റിന്റെ ആദ്യ സെമി ഫൈനൽ നാളെ ജിദ്ദയിൽ നടക്കും. മത്സരിക്കുന്ന റിയൽ കേരള എഫ്സിയിലും സാബിൻ എഫ്സിയിലും സന്തോഷ് ട്രോഫി ഐ ലീഗ് താരങ്ങൾ ബൂട്ടണിയും. 17 വയസ്സിന് താഴെ പ്രായമുള്ളവരുടെ മത്സരത്തിൽ JSC സോക്കർ അക്കാദമിയും സ്പോർട്ടിംഗ് യുണൈറ്റഡും ഏറ്റുമുട്ടും. 40-ന് മുകളിൽ പ്രായമുള്ള പഴയ ഫുട്ബോൾ താരങ്ങളുടെ ഫൈനൽ മത്സരവും നടക്കും. ജിദ്ദയിലെ ജാമിയ കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 5 മണിക്ക് മത്സരങ്ങൾ ആരംഭിക്കും. ബേബി നീലാംബ്ര, നിസാം മമ്പാട്, VP മുസ്തഫ, അബു കാട്ടുപാറ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 2020 ക്രിക്കറ്റ് ലോകകപ്പ് ആവേശത്തിൽ UK-യിലെ മലയാളികൾ. മെയ്ഡ്സ്റ്റോർ ക്രിക്കറ്റ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ T10 ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. ജൂൺ 9-ന് കെന്റിലെ മോൾ ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് മത്സരങ്ങൾ. മലയാളികളെ അണിനിരത്തിയാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ബ്രിട്ടനിലെ വിവിധ മേഖലകളിൽ നിന്നായി 8 ടീമുകൾ പങ്കെടുക്കും. ടൂർണമെന്റിലെ ആദ്യ 3 സ്ഥാനക്കാർക്ക് ക്യാഷ് പ്രൈസും ട്രോഫിയും സമ്മാനിക്കും. 601 പൗണ്ടും ട്രോഫിയുമാണ് ഒന്നാം സമ്മാനം. ലോക പരിസ്ഥിതി ദിനത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് അവബോധമുണ്ടാക്കുന്ന പരിപാടികൾ സംഘടിപ്പിച്ച് ഉമ്മൽ ഭുവനിലെ ന്യൂ ഇന്ത്യൻ സ്കൂൾ വളപ്പിൽ 1000-ലേറെ മരത്തൈകൾ നട്ടുപിടിപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അബ്ദുസലാം ഒലായത്ത്, പ്രിൻസിപ്പൽ ഡോയ സൈഫുദ്ദീൻ, P. ഹംസ എന്നിവർ നേതൃത്വം നൽകി. PTA പ്രസിഡന്റ് VK യാസിർ, മോൾ ഓഫ് ഉമ്മൽ ഖുവൈനെ പ്രതിനിധീകരിച്ച് മെൽവിൻ എന്നിവർ പങ്കെടുത്തു. ഗൾഫ് ഫോക്കസിലേക്ക് തിരികെ. രാജ്യമൊന്നാകെ ഉറ്റുനോക്കുകയാണ് തലസ്ഥാനത്തേക്ക്. സമീപകാലത്തെങ്ങുമില്ലാത്ത നാടകീയ സംഭവവികാസങ്ങൾക്കാണ് ഡൽഹി സാക്ഷ്യം വഹിക്കുന്നത്. 3ാം നരേന്ദ്രമോദി സർക്കാർ ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം. സർക്കാർ രൂപീകരണത്തിന് മുൻപ് ഘടകകക്ഷികളുമായി ധാരണയുണ്ടാക്കാൻ BJP ഉഭയകക്ഷി ചർച്ചകൾ തുടങ്ങി. BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമില്ലാത്ത മുതലെടുക്കാൻ ഘടകകക്ഷികൾ ശ്രമം നടത്തുന്ന സാഹചര്യത്തിലാണ് നീക്കം. നേരത്തെ ശനിയാഴ്ച വൈകിട്ട് 8 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യാനാണ് തീരുമാനിച്ചിരുന്നത്. പുതിയ തീരുമാനമനുസരിച്ച് ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് നരേന്ദ്രമോദി 3ാം തവണയും സത്യവാചകം ചൊല്ലും. നാളെ നടക്കുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷം രാഷ്ട്രപതിയെ സന്ദർശിച്ച് ഘടകകക്ഷി നേതാക്കൾ പിന്തുണക്കത്ത് കൈമാറും. ഇതിനിടെ ഘടകകക്ഷികൾ ചെലുത്തുന്ന സമ്മർദ്ദം അതിജീവിക്കാനുള്ള നീക്കം BJP ശക്തമാക്കി. ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തിന് പുറമെ 3 ക്യാബിനറ്റ് പദവിയും 2 സഹമന്ത്രി സ്ഥാനവുമാണ് തെലുങ്ക് ദേശത്തിന്റെ അവകാശവാദം. മറ്റൊരു ഘടകകക്ഷിയായ JDU-വിന് 18ാം ലോക്സഭയിൽ ഉണ്ടാകുക 12 അംഗങ്ങൾ. അവർ ആവശ്യപ്പെട്ടതാകട്ടെ 3 ക്യാബിനറ്റ് പദവിയും 3 സഹമന്ത്രി പദവിയും. 5 അംഗങ്ങളുമായി ലോക്സഭയിലെത്തുന്ന ചിരാഗ് പാസ്വാൻ 1 ക്യാബിനറ്റ് പദവിയും 1 സഹമന്ത്രി പദവുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 7 അംഗങ്ങളുള്ള ശിവസേന ഷിൻഡെ വിഭാഗത്തിന് വേണ്ടതും 1 ക്യാബിനറ്റ് പദവിയും 1 സഹമന്ത്രി പദവിയും. NDA-യിലെ ഏതാണ്ട് എല്ലാ ഘടകകക്ഷികളും മുന്നോട്ട് വയ്ക്കുന്ന അവകാശവാദങ്ങൾ ഇപ്രകാരം സമാനമാണ്. കഴിഞ്ഞ 10 വർഷം നേരിട്ട പോലെ ഘടകകക്ഷികളെ കൈകാര്യം ചെയ്യാൻ BJPക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിൽ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പരമാവധി സംയമനം പാലിച്ച് ഉഭയകക്ഷി ചർച്ചകളിലൂടെ അംഗങ്ങളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഫോർമുല രൂപപ്പെടുത്താനാണ് BJPയുടെ നീക്കം. അമിത്ഷായുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചകൾക്കൊടുവിൽ മഞ്ഞുരുകുമെന്നാണ് BJP പ്രതീക്ഷ. റോഡ്, ഗതാഗതം, ഗ്രാമീണ വികസനം, ആരോഗ്യം, പാർപ്പിട, നഗരവികസനം, കൃഷി, ജൽശക്തി, IT, വിദ്യാഭ്യാസം, ഇങ്ങനെ നീളുന്നു തെലുങ്ക് ദേശം ആവശ്യപ്പെട്ട വകുപ്പുകളുടെ പട്ടിക. റെയിൽവേ, ഗ്രാമവികസനം, ജൽശക്തി, ഇങ്ങനെയാണ് JDU-വിന്റെ അവകാശവാദം. റെയിൽവേ വകുപ്പിലും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിലുമാണ് ചിരാഗ് പാസ്വാന്റെ കണ്ണ്. കൃഷി വകുപ്പ് വേണമെന്ന് ജിതിൻ റാം മാഞ്ചിയും JDS-ഉം ആവശ്യപ്പെടുന്നു. അന്തിമ കക്ഷി നിലയനുസരിച്ച് NDA മുന്നണിയിലെ 2ാമത്തെ വലിയ കക്ഷി 16 അംഗങ്ങളുടെ ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്ക് ദേശം പാർട്ടിയാണ്. JDU 12, ശിവസേന ഷിൻഡെ വിഭാഗം 7, LJP 5, ഹിന്ദുസ്ഥാൻ അവാമി മോർച്ച 1, JDS 2 എന്നിങ്ങനെയാണ് NDA-യിലെ കക്ഷി നില. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി. BJP അധ്യക്ഷ സ്ഥാനത്തെ കാലാവധി പൂർത്തിയാക്കുന്ന JP നഡ്ഡയെ കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്തും. രാജ്നാഥ് സിംഗിന്റെയും അമിത്ഷായുടെയും ഇപ്പോഴത്തെ വകുപ്പുകളിൽ പരസ്പരം മാറ്റമുണ്ടാകുമെന്നാണ് സൂചന. റെയിൽവേ വകുപ്പ് JDU-വിനും ഗ്രാമവികസനം TDP-ക്കും നൽകാനാണ് ആലോചന. നിർമ്മല സീതാരാമന്റെ പ്രകടനം 2ാം മോദി സർക്കാരിൽ മികച്ചതായിരുന്നു. ധനമന്ത്രി സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്ന നിർമ്മല സീതാരാമനെ BJP അധ്യക്ഷയാക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. JP നദ്ദ കേന്ദ്രമന്ത്രിസഭയുടെ ഭാഗമാകും. പ്രതിരോധ വകുപ്പ് അമിത്ഷായും ആഭ്യന്തരം രാജ്നാഥ് സിംഗുമാകും കൈകാര്യം ചെയ്യുക. 2ാം സർക്കാരിൽ നിന്ന് അശ്വിനി വൈഷ്ണവ്, S. ജയശങ്കർ മുതലായവരും 3ാം മന്ത്രിസഭയിൽ അംഗങ്ങളാകും. മുൻ നീതി ആയോഗ് തലവൻ അമിതാഭ് കാന്തിന്റെ പേര് ധനമന്ത്രി സ്ഥാനത്തേക്കും പരിഗണിക്കുന്നുണ്ട്. റോഡ്, ഗതാഗതം, ഗ്രാമവികസനം, വിദ്യാഭ്യാസം, ആരോഗ്യം, പാർപ്പിട, നഗരകാര്യം, കൃഷി, ജലശക്തി, IT ആൻഡ് ടെലികോം എന്നിവയാണ് ചന്ദ്രബാബു നായിഡുവിന്റെ ആവശ്യം. വ്യോമയാന വകുപ്പ് നൽകി കാര്യങ്ങൾ വരുതിയിൽ കൊണ്ടുവരാനാണ് BJP നീക്കം.
നിതിൻ ഗഡ്കരി, എസ് ജയശങ്കർ, അശ്വിനി വൈഷ്ണവ്, പീയൂഷ് ഗോയൽ, കിരൺ റിജിജു, ധർമ്മേന്ദ്ര പ്രധാൻ, ജിതേന്ദ്ര സിംഗ്, ഭൂപേന്ദ്ര യാദവ്, ഹർദീപ് സിംഗ് പുരി, ജ്യോതിരാദിത്യ സിന്ധ്യ തുടങ്ങിയവർ മന്ത്രിസഭയുടെ ഭാഗമാകും. കേരളത്തിൽ നിന്ന് വി മുരളീധരൻ തുടർന്നേക്കും. 7 സീറ്റുള്ള ശിവസേന ഷിൻഡെ വിഭാഗം, 5 സീറ്റുള്ള ചിരാഗ് പസ്വാന്റെ LJP എന്നിവരും കൂടുതൽ ഉപാധികൾ BJPക്ക് മുന്നിൽ വെക്കുന്നുണ്ട്. ഒരു ക്യാബിനറ്റ് ഉൾപ്പെടെ 2 മന്ത്രിസ്ഥാനമാണ് ചിരാഗ് ചോദിക്കുന്നതെന്നാണ് വിവരം. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി മന്ത്രിസഭയിൽ ഇടം നേടും. 24 ഡൽഹി. മൂന്നാം മോദി സർക്കാരിൽ ശക്തമായ പ്രതിപക്ഷ നിര തീർക്കാൻ ഇന്ത്യ മുന്നണി. TDPയും JDUവും കൂറുമാറുന്ന സാഹചര്യമുണ്ടായാൽ മോദി സർക്കാരിനെ താഴെയിറക്കാനുള്ള ഭാവി പദ്ധതികൾ ആസൂത്രണം ചെയ്യും. മുന്നണിയിൽ നിന്ന് എംപിമാർ പോകാതിരിക്കാൻ ജാഗ്രത തുടരണമെന്ന് ഇന്ത്യ മുന്നണി നേതാക്കൾ തീരുമാനിച്ചു. മോദിക്കെതിരായ ജനവിധിയെന്ന് വിലയിരുത്തിയ ഇന്ത്യ മുന്നണി നേതാക്കളുടെ യോഗം നിലവിൽ ശക്തമായ പ്രതിപക്ഷമാകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഭാവിയിലെ സർക്കാർ രൂപീകരണ സാധ്യതകൾ ഇന്ത്യ മുന്നണി നേതാക്കൾ തള്ളുന്നുമില്ല. TDPയുടെയും JDUവിന്റെയും കൂറുമാറ്റം ഇത്തവണയും ഉണ്ടാകുമെന്ന് ഇന്ത്യ മുന്നണി പ്രതീക്ഷിക്കുന്നു. അതുപോലൊരു സാഹചര്യമുണ്ടായാൽ നരേന്ദ്രമോദി സർക്കാരിനെ താഴെയിറക്കാനും പുതിയ സർക്കാർ രൂപീകരണവും ഇന്ത്യ മുന്നണി പദ്ധതിയിടുന്നുണ്ട്. TDPയായും JDUവുമായും ബന്ധം പുലർത്താൻ ചില ദൂതരെ ഏർപ്പെടുത്തിയതായാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ നൽകുന്ന വിവരം. ലോക്സഭയിൽ ശക്തമായി ഭരണപക്ഷത്തെ എതിർക്കാനുള്ള അംഗസംഖ്യ പ്രതിപക്ഷത്തിനുണ്ട്. ഇതാണ് മുന്നണിയുടെ ആത്മവിശ്വാസവും. ഈ തെരഞ്ഞെടുപ്പ് ഫലം ഭാവിയിൽ അനുകൂലമാകുമെന്നാണ് ഇന്ത്യ മുന്നണി വിലയിരുത്തുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനും വേണ്ടി കൃത്യമായ പ്രവർത്തനത്തിലേക്ക് കടക്കാൻ കൂടി തയ്യാറെടുക്കുകയാണ് ഇന്ത്യ സഖ്യം. 24 ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ കടുത്ത അതൃപ്തിയുണ്ടെങ്കിലും NCP അജിത് പവാർ വിഭാഗം തൽക്കാലം NDA വിടില്ല. തിടുക്കപ്പെട്ട് കടുത്ത തീരുമാനം എടുക്കേണ്ടെന്ന് കോർ കമ്മിറ്റി യോഗം തീരുമാനിച്ചു. പ്രതിഷേധം മുന്നണി യോഗത്തിൽ ആദ്യം ഉന്നയിക്കാനാണ് ധാരണ. കുറവ് സീറ്റ് നൽകി തന്നെ ഒതുക്കിക്കളഞ്ഞെന്ന അമർഷത്തോടെയാണ് അജിത് പവാർ തെരഞ്ഞെടുപ്പിനിറങ്ങിയത്. ഫലം വന്നതോടെ അമർഷം കടുത്തു. തന്റെ ഭാര്യയെ മുന്നണിയുടെ സമ്മർദ്ദം കൊണ്ടുകൂടിയാണ് മത്സരത്തിനിറക്കിയത്. എന്നിട്ട് അവിടെ പോലും കാലുവാരി BJPയും ഷിൻഡെയും ചേർന്ന് തോൽപ്പിച്ചെന്നാണ് അജിത്തിന്റെ വിലയിരുത്തൽ. ദില്ലിയിൽ NDA യോഗത്തിൽ നിന്ന് ഇന്നലെ വിട്ടുനിന്ന അജിത്ത് ഇന്ന് നേതൃയോഗം വിളിച്ചു. മുന്നണി വിടാൻ പ്രേരണയുണ്ടെങ്കിലും തൽക്കാലം അത് പ്രതിസന്ധി കൂട്ടുകയുള്ളൂ എന്നായിരുന്നു പൊതുവികാരം. മുന്നണി യോഗത്തിൽ പ്രതിഷേധം അറിയിക്കും. राष्ट्रवादी कांग्रेस पार्टी की कोर ग्रुप की बैठक राष्ट्रीय अध्यक्ष अजित दादा के नेतृत्व में वहाँ पे हो गई. लोकसभा के चुनाव के बारे में हमने वहाँ पे चर्चा की. हमारे सब साथियों ने उसके बारे में जिस कॉन्स्टिट्यूंसी में वो काम कर रहे थे उसके अनुभव वहाँ पे कथन किए. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിലപേശലില്ലാതെ അധിക സീറ്റ്, മന്ത്രിസഭാ വികസനം നടത്തി കൂടുതൽ മന്ത്രിസ്ഥാനം എന്നിവ മുന്നണിയിൽ നേടിയെടുക്കാനാണ് തീരുമാനം. വഴങ്ങാതെ വന്നാൽ മാത്രം മറ്റു വഴി തേടും. ഒപ്പമുള്ള MLAമാരിൽ ചിലർ ശരത് പവാർ ക്യാമ്പുമായി ചർച്ച നടത്തിയെന്ന പ്രചാരണവും അജിത് വിഭാഗം തള്ളുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരിച്ചടിയേറ്റാൽ അത് തന്റെ രാഷ്ട്രീയ ഭാവി പോലും അപകടത്തിലാക്കുമെന്ന ബോധ്യം അജിത് പവാറിനുണ്ട്. എന്നാൽ അത് മുന്നിൽ കണ്ട് കടുത്ത തീരുമാനങ്ങൾ പെട്ടെന്നെടുക്കാനുള്ള കരുത്തും അജിത്തിനിപ്പോൾ ഇല്ല. മുംബൈയിൽ നിന്നും വരുൺ വി നായർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. രണ്ടാം മോദി സർക്കാർ അധികാരമേറ്റ 2019 ഇക്കഴിഞ്ഞ ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിൽ തന്റെ ആദ്യ പ്രസംഗത്തിലൂടെ ഭരണനിരയെ ഞെട്ടിച്ച മഹുവ മൊയ്ത്ര ഇക്കുറിയും ലോക്സഭയിലുണ്ടാകും. തൃണമൂൽ കോൺഗ്രസ് ടിക്കറ്റിൽ ബംഗാളിൽ നിന്ന് മഹുവയ്ക്കൊപ്പമുള്ളത് 10 വനിതാ എംപിമാരാണ്. പ്രതിപക്ഷ നിരയിലെ മമതാ ബാനർജി അയക്കുന്ന പെൺപട ഭരണകക്ഷിക്കുയർത്തുന്ന വെല്ലുവിളി ചെറുതാകില്ല. പോരാട്ടവീര്യം കൈക്കരുത്താക്കി സഭയിലെത്തുന്ന സജിദ അഹമ്മദ്, കൊൽക്കത്ത നഗരസഭാ അധ്യക്ഷയായിരുന്ന മാല റോയ്, സയോണി ഘോഷ്, കക്കാലി ഘോഷ് ദസ്തിദാർ, മഹുവ മൊയ്ത്ര, ഡോക്ടർമാർ, സാംസ്കാരിക നായകർ, ചലച്ചിത്ര താരങ്ങൾ. തൃണമൂൽ കോൺഗ്രസ് ടിക്കറ്റിൽ പുതിയ ലോക്സഭയിലെത്തുന്ന 11 വനിതാ എംപിമാർ അക്ഷരാർത്ഥത്തിൽ ദീദിയുടെ പെൺപട തന്നെയാണ്. ആരും ഇനിയും മറക്കാത്ത മഹുവയുടെ 2019 കന്നിപ്രസംഗം, ഫാസിസത്തിന്റെ 7 ലക്ഷണങ്ങളെന്ന് അക്കമിട്ട് നിരത്തിയ പ്രസംഗം എതിർക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ അവകാശം സ്ഥാപിച്ചു കിട്ടാനുള്ള സമരകാഹളമായിരുന്നു. അന്നുമുതൽ ഇങ്ങോട്ട് മഹുവ മോഡി ഭരണകൂടത്തിന്റെ നോട്ടപ്പുള്ളിയായി. അയോഗ്യയാക്കി പുറത്താക്കിയ അതേ സഭയിലേക്ക് മഹുവ വീണ്ടും എത്തുമ്പോൾ 11 വനിതാ തൃണമൂൽ എംപിമാരിൽ കക്കാലി ഘോഷ് ദസ്തിദാറും ഷർമിള സർക്കാരും ഡോക്ടർമാരാണ്. ചലച്ചിത്ര താരം സയോണി ഘോഷ് രാഷ്ട്രീയത്തിലേക്കെത്തുന്നത് താരത്തിളക്കത്തിലായിരുന്നെങ്കിലും പിന്നീട് അതിവേഗം വളർന്ന തൃണമൂൽ യുവജന വിഭാഗം അധ്യക്ഷ പദവിയിലെത്തി. ആ കരുത്തിന്റെ തുടർച്ചയിൽ സയോണിയും ലോക്സഭയിലേക്കെത്തുന്നു. മിതാലി ബാഗ്, പ്രതിമ മൊണ്ടാൾ എന്നീ കരുത്തുറ്റ വനിതാ നേതാക്കളും ഇക്കുറി ബംഗാളിൽ നിന്നും സഭയിലെത്തും. വെള്ളിത്തിരയിലും മിനി സ്ക്രീനിലും മിന്നിത്തിളങ്ങുന്ന താരങ്ങളായ ജൂൺ മാലിയയും രച്ച ബാനർജിയും ശതാബ്ദി റോയിയും പ്രതിപക്ഷ നിരയിൽ തിളങ്ങുന്നത് നിലപാടുകളിലൂടെയാകുമെന്ന് ഉറപ്പ്.
ആകെ 73 വനിതാ എംപിമാർ പുതിയ ലോക്സഭയിലെത്തുമ്പോൾ അതിൽ 30 പേർ ഭരണപക്ഷത്തെ BJPയിൽ നിന്ന്, 13 പേരെ കോൺഗ്രസും 11 പേരെ തൃണമൂലും സഭയിലെത്തിക്കുന്നു. എന്നാൽ കേരളത്തിൽ നിന്ന് ഇക്കുറി സഭയിലെത്തുന്ന വനിതകളുടെ എണ്ണം 0. മത്സരിച്ച KK ശൈലജയും രമ്യ ഹരിദാസും പരാജയപ്പെട്ടു. BJP ടിക്കറ്റിൽ നല്ല മത്സരം കാഴ്ചവെച്ച ശോഭാ സുരേന്ദ്രനും വിജയിച്ചില്ല. ഇലക്ഷൻ ഡെസ്ക് 24. ഇതോടെ ഫോക്കസ് പൂർത്തിയാവുകയാണ്. ഗുഡ് നൈറ്റ്.